സ്പാനിഷ് ലീഗിൽ വിജയ വഴിയിൽ തിരിച്ചെത്തിയ റയൽ മാഡ്രിഡ് അലാവസിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർ താരം കിലിയൻ എംബാപ്പയും റോഡ്രിഗോയുമാണ് റയലിനായി വല പുലുക്കിയത്. 39 പോയിന്റുള്ള റയൽ ലീഗിൽ ബാഴ്സയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ഇരട്ട ഗോളുമായി തിളങ്ങി സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ്. മറ്റൊരു മത്സരത്തിൽ ടോട്ടനത്തെ അട്ടിമറിച്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. മറുപടിയില്ലാത്ത 3 ഗോളിനായിരുന്നു ടോട്ടനം തോൽവി വഴങ്ങിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. ബോൺമൌത്താണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. പരിക്കേറ്റ ഹാരി മഗ്വയറും ഡീലൈറ്റും ഇല്ലാതെയായിരിക്കും യുണൈറ്റഡ് കളത്തിലേക്ക് ഇറങ്ങുക. രാത്രി 1:30 ഓൾഡ് ട്രാഫോർഡിലാണ് മത്സരം. ടെന്നീസ് സ്ക്വാഷ് ലോകകപ്പിൽ മുത്തമിട്ട് ഇന്ത്യ. ഹോങ്കോങ്ങിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചരിത്ര കിരീടം സ്വന്തമാക്കിയത്. ഹോങ്കോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യക്കായി ജോഷ്ന ചിന്നപ്പ, അഭയ് സിംഗ്, അനഹത് സിംഗ്, സെന്തിൽ കുമാർ എന്നിവരാണ് കളത്തിലിറങ്ങിയത്. കിരീട നേട്ടത്തോടെ സ്ക്വാഷ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തം പേരിലാക്കി. ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടമണിഞ്ഞത്. ലിയോണൽ മെസ്സിയുടെ സന്ദർശനത്തിൽ മികച്ച സുരക്ഷ ഒരുക്കിയ മുംബൈ പോലീസിനെ ആരാധകർ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. കൊൽക്കത്ത സ്റ്റേഡിയത്തിലെ സംഘർഷം കണക്കിലെടുത്ത് മികച്ച മുന്നൊരുക്കമാണ് പോലീസ് നടത്തിയത്. വാങ്കഡെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് ആരാധകർ എത്തിയിട്ടും സച്ചിനും സുനിൽ ഛേത്രിയും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ കൂടി പങ്കെടുത്ത പരിപാടി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചത്. ഹോങ്കോങ് ഹോഴ്സ് കപ്പിൽ തുടർച്ചയായി 4ാം തവണയും കിരീടമണിഞ്ഞ റൊമാൻറ്റിക് വാരിയർ എന്ന കുതിര ന്യൂസിലൻഡ് ജോക്കി ജെയിംസ് മക്ഡൊണാൾഡാണ് 7 വയസ്സുകാരനായ റൊമാൻറ്റിക് വാരിയറിനെ റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിച്ചത്. ബെല്ലാജിയോ ഓപ്പറ എന്ന കുതിരയാണ് റേസിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ഹോങ്കോങ് കപ്പ് വിജയിക്ക് $40 ദശലക്ഷം ഹോങ്കോങ് സമ്മാനം.